ഹായ് ഹലോ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡാന്യൂബിൻ്റെ ഇരുകരകളായ ബുഡയെയും പെസ്റ്റിനെയും തൊട്ടുരുമ്മി കടന്നു പോകുന്ന റഷ്യയിലെ വോൾഗ കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായ ഡാന്യൂബിൻ്റെ തീരത്തൂടെയുള്ള ഒരു നടത്തമാണ്. നമ്മളിപ്പോൾ ബുഡ ഭാഗത്താണ്. നഗരത്തിൻ്റെ മധ്യകാല ഭൂതകാലത്തിൻ്റെ കഥകൾ പറയുന്ന കുന്നുകളും ചരിത്രപരമായ കെട്ടിടങ്ങളുമുള്ള കൂടുതൽ പരുക്കൻ ഭൂപ്രദേശമാണ് ബുഡയുടെ വശത്തിൻ്റെ സവിശേഷത. നമ്മുടെ ചാനലിൽ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എലിസബത്ത് സ്റ്റാച്യു പാർക്കിൽ നിന്നും ഒരു നടത്തം നമ്മൾ ആരംഭിക്കുന്നു. മനോഹരമായ ഡാന്യൂബ് തീരത്ത് വളഞ്ഞു പുളഞ്ഞുള്ള ഈ യാത്ര നഗരത്തിൻ്റെ പൈതൃകവും പ്രകൃതിയുടെ സൗന്ദര്യം ഒരുമിച്ച് അനുഭവിക്കാൻ അവസരമൊരുക്കുന്നു. ഡാന്യൂബ് റഷ്യയിലെ വോൾഗ കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഇത് മധ്യ തെക്ക് കിഴക്കൻ യൂറോപ്പിലൂടെ ഒഴുകുന്നു. തെക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും കരിങ്കടലിലേക്ക് ഒഴുകുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ നദിയായിരുന്ന ഇത് ഒരു കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് മാരിയറ്റ് ഹോട്ടലാണ്. അപ്പുറത്തെ നമ്മളിപ്പം ബുഡയുടെ തീരത്തു നിന്നാണ് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്നുള്ളതാണ്. അതിന് മുമ്പ് ആദ്യമേ കണ്ട അതിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ കണ്ടത് നമ്മൾ പറഞ്ഞ മാരിയറ്റ് ഹോട്ടലാണ്. ഇത് ഇൻ്റർ കോണ്ടിനെൻ്റൽ. അതിന് മുമ്പ് നമ്മൾ വലതുവശത്തായിട്ട് കണ്ടത് ഇവിടെ ഏറ്റവും ഇപ്പം ഇടതുവശത്ത് അങ്ങേയറ്റത്തായിട്ടാണ് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം കാണുന്നത്. അതെല്ലാം പെസ്റ്റ് സൈഡിലാണ്. നമ്മളിപ്പം ബുഡയുടെ സൈഡ് വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തീരത്തോട് ചേർന്ന് ഡാന്യൂബിൻ്റെ തീരത്തോട് ചേർന്ന് സൈഡ് കല്ല് പാകിയിട്ടുണ്ട്. അതിന് ചേർന്ന് വഴിയാണ്. വഴിയുടെ മുകളിൽ നമ്മൾ നടക്കുന്ന ഭാഗത്തൂടെ ആൾക്കാർക്ക് നടക്കാനും സൈക്ലിനുമുള്ള സ്ഥലമാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ട്രാമിനുള്ള പാതയാണ്. അതിൻ്റെ അപ്പുറം പിന്നെയും ലെഫ്റ്റ് സൈഡിൽ വഴിയുണ്ട്. ഇതിൻ്റെ എല്ലാം നടുക്കൂടി ഇങ്ങനെ ഒരു നിരയായിട്ട് ഇങ്ങനെ മരങ്ങൾ വെച്ചിരിക്കുകയാണ്. ഹോസ് ചെസ്റ്റ്നട്ട് എന്നുള്ള മരമാണ്. 2 കളറിലുള്ള ഇങ്ങനെ ഒരു ദീപക്കാഴ്ച പോലെയാണ് അതിൻ്റെ ആ ഒരു പുഷ്പം നിൽക്കുന്നത്. ഇങ്ങനെ നല്ല പച്ചപ്പുള്ള താർത്ത് നിൽക്കുന്ന മരങ്ങളാണ്. നമ്മളതിൻ്റെ ഷെയ്ഡിലൂടെ ഇങ്ങനെ ഈ ഡാന്യൂബിനെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ്. ഡാന്യൂബ് ഒരു കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇത് 10 യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു. അവരുടെ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അവരുമായി അതിർത്തി അടയാളപ്പെടുത്തുന്നു. ജർമ്മനിയിൽ ഉത്ഭവിച്ച് ഡാന്യൂബ് 2850 കിലോമീറ്റർ തെക്ക് കിഴക്കായി ഒഴുകുന്നു. ഓസ്ട്രിയ, സ്ലോവാക്യ, ഹംഗറി, ക്രൊയേഷ്യ, സെർബിയ, റൊമേനിയ, ബൾഗേറിയ, മോൾഡോവ, ഉക്രൈൻ എന്നിവയിലൂടെയോ അവയുടെ അതിർത്തികളിലൂടെയോ കടന്നു പോകുന്നു. നദിയിലെ നിരവധി നഗരങ്ങളിൽ 4 ദേശീയ തലസ്ഥാനങ്ങളുണ്ട്. അവ വിയന്ന, ബാട്ടിസ്ലാവ, ബുഡാപെസ്റ്റ്, ബെൽഗ്രേഡ് എന്നിവയാണ്. നമ്മളിതിന് ബുഡയുടെയും പെസ്റ്റിൻ്റെയും നടുക്കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. ഇതിൻ്റെ ഡ്രെയിനേജ് ബേസിൽ 8,17,000 കിലോമീറ്ററാണ്. ഇത് 9 രാജ്യങ്ങളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്നു. ഡാന്യൂബിൻ്റെ തീരം എന്ന് പറയുന്നത് ശാന്തതയും പ്രതാപവും ആണ്. എലിസബത്ത് സ്റ്റാച്യു പാർക്ക് വിട്ട് ബുഡാപെസ്റ്റിലൂടെ മനോഹരമായി ഒഴുകുന്ന ഡാന്യൂബ് നദിയുടെ തീരത്തോടെയുള്ള നടത്തം തുടരുന്നു. തിരക്കേറിയ വെസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബുഡയുടെ ഭാഗത്തുള്ള ഡാന്യൂബിൻ്റെ കരയിലൂടെയുള്ള പാത ശാന്തമാണ്. ഇവിടെ നടത്തം പച്ചപ്പ് നിറഞ്ഞതാണ്. ഇടയ്ക്കിടെ കലാപരമായ ശില്പങ്ങളും ചരിത്ര സ്മാരകങ്ങളും നദീതീരങ്ങളിൽ കാണപ്പെടുന്നു. നദിയുടെ സൗമ്യമായ ഒഴുക്കും അതിൻ്റെ ഉപരിതലത്തിലെ പ്രതിഫലനങ്ങളും ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് നഗര ഊർജത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ നടക്കുമ്പോൾ
നദിയുടെയും നഗര ദൃശ്യങ്ങളുടെയും കാഴ്ചകൾ ശരിക്കും ആകർഷകമാണ്. തിളങ്ങുന്ന വെള്ളം, പ്രത്യേകിച്ച് പകലിൻ്റെ മാറുന്ന വെളിച്ചത്തിൽ ബുഡാപെസ്റ്റിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നു. ലിബർട്ടി ബ്രിഡ്ജ്, ഗെല്ലർട്ട് ഹില്ല്, സിറ്റാഡൽ എന്നിവ പോലെയുള്ള ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ നദിക്ക് കുറുകെ കാണാം. ഇത് നമ്മളുടെ നടത്തത്തിന് ചരിത്രപരമായ സന്ദർഭത്തിൻ്റെ ഒരു പാളി ചേർക്കുന്നു. നമ്മൾ ബുഡാ കാസിലിനെ സമീപിക്കുകയാണ്. ചരിത്രപരമായ മഹത്വം, ഡാന്യൂബ് തീരത്ത് നിന്നുള്ള നടത്തം ക്രമേണ നമ്മളെ ബുഡാ കാസിലിൻ്റെ അടിത്തട്ടിലേക്ക് നയിക്കുന്നു. നമ്മൾ അടുത്തെത്തുമ്പോൾ കോട്ടയുടെ ഉയർന്ന സാന്നിധ്യം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ശാന്തമായ നദീ തീരത്ത് നിന്ന് കോട്ടയുടെ മഹത്വത്തിലേക്കുള്ള മാറ്റം ശ്രദ്ധേയമാണ്. ഇത് ശാന്തമായ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് ഗംഭീരമായ കാണുന്നതാണ് കോട്ടയം ബുഡാ കാസിൽ എന്ന് പറയുന്നത്. ശാന്തമായ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് ഗംഭീരമായ ചരിത്ര വാസ്തുവിദ്യയിലേക്കുള്ള മാറ്റത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. എലിസബത്ത് സ്റ്റാച്യു പാർക്കിൽ നിന്ന് ഡാന്യൂബ് തീരത്തിലൂടെ ബുഡയുടെ കാസിലേക്കുള്ള നടത്തം ചരിത്രപരമായ പ്രതിഫലനവും പ്രകൃതി സൗന്ദര്യവും തടസ്സമില്ലാതെ ലയിപ്പിക്കുന്ന ഒരു യാത്രയാണ്. എലിസബത്ത് ചക്രവർത്തിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശാന്തമായ പാർക്കിൽ നിന്ന് ആരംഭിച്ച് ശാന്തമായ നദീതീരത്തെ പാതകളിലൂടെ നീങ്ങി ഒടുവിൽ ഗംഭീരമായ ബുഡാ കാസിലിൽ എത്തിച്ചേരുന്നു. ഇവിടുത്തെ ഈ നടത്തത്തിൻ്റെ ഓരോ ഭാഗവും ബുഡാപെസ്റ്റിനെ കുറിച്ചുള്ള സവിശേഷമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. ഈ റൂട്ട് നഗരത്തിൻ്റെ വാസ്തുവിദ്യയും ചരിത്രപരവുമായ മഹത്വം പ്രദർശിപ്പിക്കുക മാത്രമല്ല, വ്യക്തിപരമായ പ്രതിഫലനത്തിൻ്റെയും നിമിഷങ്ങളും അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ വിലമതിക്കുകയും ചെയ്യുന്നു. പാർക്കിൽ നിന്ന് കോട്ടയിലേക്കുള്ള പാതയിലെ ഓരോ ചുവടും ബുഡാപെസ്റ്റിൻ്റെ ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും കഥ പറയുന്നു. ഈ നടത്തം യൂറോപ്പിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളൊന്നിൻ്റെ അവിസ്മരണീയമായ പരിവേഷണമായി മാറ്റുന്നു. നമ്മൾ ഇവിടെ ഈ വളരെ നീളത്തിലുള്ള ഒരു ബെഞ്ച് നമുക്ക് കാണാം, ചാരുബെഞ്ചുണ്ട്. ഇതിങ്ങനെ ഇവിടെ തുടങ്ങി അങ്ങ് നമുക്ക് നോക്കാത്ത ദൂരം വരെ ആ ചാരുബെഞ്ച് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെ വന്നിങ്ങനെ നമ്മൾ നടന്ന് മടുക്കുമ്പോൾ ഇരിക്കാനും യൂറോപ്യൻസ് പ്രത്യേകിച്ച് വെയിൽ കൊള്ളാനും ഒക്കെ ആയിട്ടുള്ള ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് ഈ ചാരുബെഞ്ച്. അതിങ്ങനെ നീളത്തിൽ ആ ഒരു ഡാന്യൂബിൻ്റെ കരയിൽ ഇങ്ങനെ നീളത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വഴിയെ യാത്ര ചെയ്യുന്നവർ ഇത് കാൽനട യാത്രക്കാരുടെ ഒരു ഏരിയയാണ് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ബുഡാ കാസിലിനെയും ഇതിനെയെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും ഒക്കെ ആയിട്ടുള്ള അവസരമാണ് ഇതിങ്ങനെ ഇവിടെ പണിതിട്ടിരിക്കുന്നതുകൊണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം നിറയെ ഇവിടെ പൊതുവെ മറ്റേ ബസ്സിനെ അപ്പുറത്തെ കരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ കുറവാണ്. പക്ഷേ വളരെ ശാന്തമാണ് ഇവിടുത്തെ. ഇതെല്ലാം നമുക്ക് നല്ല നിറയും ആൾക്കാരാണെങ്കിൽ ആൾക്കാരെ ഇടിച്ചിട്ട് നടക്കാൻ നമുക്കത് ആസ്വദിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഈ ബുഡാ കാസിലിലേക്കുള്ള പടവുകൾ കയറുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.